ഈ വലിയ വിജയങ്ങളുടെ സാധ്യതകളിലേക്കാണ് കോൺഗ്രസ് ഈ 2025 മിഷനുമായി പോകുന്നത്. തൃശ്ശൂരിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ആർജവത്തോടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നിങ്ങൾ കണ്ടതാണോ? ഏറ്റവും പഠിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ലേ തൃശ്ശൂരിൽ നിന്ന് വന്നത്? 3-ാം സ്ഥാനത്തേക്കാണ് ആ പാർട്ടി അപമാനിക്കപ്പെട്ടു പോയത്. അതിൽ ആരുടെ മിഷനായിരുന്നു? ആർക്കാണ് അതിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്? എന്തെങ്കിലും ഒരു പരിശോധന നടക്കുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കൂടാതെ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുകയാണ്, കേരളത്തിൽ കെ മുരളീധരൻ BJP അംഗത്വം എടുക്കാതെ നിയമസഭയിൽ കയറ്റില്ല എന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന, അതായത് ഈ കെ മുരളീധരനെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യും BJPക്കൊപ്പം വന്നില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രതികരണം വന്നിട്ട് ഈ മിഷനുമായി ഇറങ്ങിയിരിക്കുന്ന ആരെങ്കിലും അതിനോട് മറുപടി പറയുകയുണ്ടായോ? അപ്പോൾ എന്താണ് സതീശന്റെ യഥാർത്ഥ മിഷനായി നിങ്ങൾ കാണുന്നത്? ശ്രീനാരായണ നമ്പൂരി, നിങ്ങളെ ഇല്ലാതാക്കുകയല്ല, കാരണം അത്രയും ഏറ്റവും ആരോഗ്യകരമായ അകലം നിങ്ങളുമായി അദ്ദേഹം പാലിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ മിഷൻ? അല്ല വേണു, ഇപ്പോൾ സതീശന്റെ മിഷൻ എന്ത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി കോൺഗ്രസിൽ കാലങ്ങളായി ഈ പ്രോസസ്സ് ഇങ്ങനെ വഴക്കുകൾ നടക്കുന്നതാണ്. അപ്പം ഞാൻ അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. അത് ആന്റണിയും കരുണാകരനുമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഏത് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡന്റുമായിട്ട് വഴക്ക് സ്ഥിരം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പ്രത്യേകതയൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ കാലങ്ങളിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ പാർലമെന്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡന്റും നിൽക്കുമ്പോഴും രണ്ടുപേരും ശക്തരായിരുന്നു. ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് തീരെ ദുർബലനായിരിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ റോള് പോലും സതീശൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വരുന്നു. സതീശനെ സംബന്ധിച്ച് സതീശൻ BJPയെ എതിർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതല്ല, സതീശൻ എവിടെയാണ് നിൽക്കുന്നത്? സതീശന്റെ നിലപാട് പിണറായി വിജയന്റെ ഒരു B ടീമായി സതീശൻ നിൽക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസ് ഇല്ലാതാക്കി അല്ലെങ്കിൽ CPMന് അനുകൂലമാക്കി കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റുക എന്നല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത്തരമൊരു വിജയം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ആരംഭമാണ് വയനാട്ടിൽ കണ്ടത്. പക്ഷെ അവിടത്തെ ആ ആരംഭത്തിൽ തന്നെ വഴക്കുണ്ടാക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂരിലെ ചോദിച്ചു, തൃശ്ശൂരിലെ ആരുടെ പേര് നടപടിയെടുക്കാനാ? തൃശ്ശൂരിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ പേരിൽ പോലും നടപടിയെടുക്കണമെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റിന്റെ പേരിൽ വേണ്ടേ എന്നല്ലേ മുരളീധരൻ പറഞ്ഞത്? ആ DCC ഓഫീസിൽ നടന്ന തർക്കത്തിലതല്ലേ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ലേ തൃശ്ശൂരിൽ? മുരളീധരനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന്. അപ്പൊ അങ്ങനെ ആരോപണം വരും. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ പോലും ആരോപണ വിധേയരായി നിൽക്കുകയാണ് കോൺഗ്രസിൽ. അങ്ങനെ ഒരു കോൺഗ്രസിൽ ആരുടെ പേരിൽ നടപടി? ദുർബലനായ പ്രസിഡന്റ്, അതിനേക്കാൾ ദുർബലന്മാരായ വർക്കിംഗ് പ്രസിഡന്റ്, KPCC ഓഫീസിൽ ആരും ചെല്ലുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ അതിശക്തനായി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിനെ മൊത്തം വിഴുങ്ങുകയാണ്. ഇപ്പം റെജി ലൂക്കോസ് രമേശ് ചെന്നിത്തലയ്ക്കും സുധാകരനും ഒക്കെ വേണ്ടി കരയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സതീശൻ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. കാരണം പിണറായി വിജയൻ പറയുന്നത് അസംബ്ലിയിൽ പോലും പിണറായി വിജയനെ ശക്തമായി എതിർക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് പലവട്ടവും തയ്യാറാകാതിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ തുടരണമെന്നാണ് റെജി ലൂക്കോസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഈ ചെന്നിത്തലയ്ക്കും ഒക്കെ ഒരു ഓശാന പാടുന്ന തരത്തിൽ ചെന്നിത്തലയുടെ പേരിലുള്ള വിലാപം. എന്താണ് കമ്മ്യൂണിസ്റ്റുകാരന്? അതുപോലെ ശ്രീകുമാറിന്റെ സംസാരം കേട്ടപ്പോൾ വളരെ നിസ്സാരമാണ്. സാർ, ഈ നിസ്സാരമായ കാര്യമാണ് കോൺഗ്രസിനെ ഈ ഗതിയിൽ എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ ഇല്ലാത്ത അവസ്ഥയിൽ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ, ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികം പോലും KPCC മാന്യമായി ആചരിച്ചില്ല എന്ന് പറയുമ്പോൾ ഹസൻ അങ്ങനെയല്ലേ പറഞ്ഞത്? KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് മാധ്യമങ്ങളിലൂടെ വന്നതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് ആ പത്രസമ്മേളനം വാക്കൗട്ട് ചെയ്തു. ഈ കോൺഗ്രസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? കോൺഗ്രസിന് കേരളത്തിൽ ഒരു CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യവും ധിക്കാരവും മൂലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരി. പക്ഷെ ശ്രീ നാരായണ നമ്പൂതിരി, കാതലായ ഒരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ അങ്ങയുടെ മറുപടി കണ്ടില്ല. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ഗൗരവത്തോടെ സതീശനടക്കം പരിശോധിക്കാത്തത്? സതീശൻ കേരളം മുഴുവൻ ഒരു താലത്തിലെടുത്ത് വിജയിപ്പിച്ചങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുകയാണല്ലോ. നാളെ മലപ്പുറത്ത് നിന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആ സംരംഭം തുടങ്ങാൻ പോകുന്നത്. തൃശ്ശൂര് കണ്ടിട്ടേയില്ല.
എന്ന് മാത്രവുമല്ല, ഈ കോൺക്ലേവിൽ ഏറ്റവും ഗൗരവത്തോടെ പരിശോധിക്കേണ്ട തൃശ്ശൂരിലെ പരാജയമായിരുന്നില്ലേ? ആ കാര്യത്തിൽ കെ മുരളീധരൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം അവിടേക്ക് പോകുന്നില്ല, കാരണം തൃശ്ശൂർ ചർച്ച ചെയ്യേണ്ടി വരും, അത് കഴിഞ്ഞ കഥയല്ലേ. കഴിഞ്ഞ കഥയല്ല എന്ന മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് വേണ്ടേ ഈ കാര്യത്തിലൊരു പരിശോധന പാർട്ടി നടത്തേണ്ടത്? അത് കഴിഞ്ഞ കഥ. അത് കേൾക്കുമ്പോൾ BJP പറയുകയാണ് കെ മുരളീധരന്റെ കഥ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരണം, ഇങ്ങനെ പറയുകയാണ്. ഓക്സിജൻ സിലിണ്ടർ ഇവിടെ ഇരിക്കുകയാണ് മാരാർജി മന്ദിരത്തിൽ എന്ന് കെ മുരളീധരനെ പോലൊരു നേതാവിനെ പറ്റി കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടും ഈ കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണവുമില്ല. ഈ കോൺക്ലേവ് ചർച്ച ചെയ്തിട്ടുമില്ല. അത് ആർക്കുള്ള സഹായമാണ്? ഞാൻ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ പരാജയം അല്ലെങ്കിൽ ആലത്തൂരിലെ കോൺഗ്രസിന്റെ പരാജയം ചർച്ച ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം ആ രണ്ട് പരാജയങ്ങളുടെയും ഉത്തരവാദിത്വം അവരുടെ നേതാക്കന്മാർക്ക് തന്നെയായിരിക്കാം. ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടന്ന ഒരു വലിയ പ്രവർത്തനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷെ സിറ്റിംഗ് MPയുടെ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. കോൺഗ്രസ് സിറ്റിംഗ് MPയുടെ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് വലിയ കോളിളക്കത്തോടെ BJP 3-ാം സ്ഥാനത്ത് പോകും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് സ്വയം 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. സ്വന്തം അണികൾ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു. ആ കൈവിട്ട് കളഞ്ഞതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് DCC ഓഫീസിൽ അതിന്റെ പേരിൽ അടിയുണ്ടാകുന്നു. അത് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൽ കൂട്ടയടിയാകില്ലേ? ആ കൂട്ടയടി ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിവാക്കാൻ വേണ്ടി മഹാകാര്യമായ ഒരു കാണുന്നത് ഇവർ കൂടി ചേർന്നിരിക്കുമ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ പോകുന്നു. അത് ചോർത്തി കൊടുക്കുന്നത് ആര് എന്നത് കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് കണ്ടുപിടിച്ചു കൊടുക്കണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വാർത്ത ചോരലല്ല, സ്വന്തം പാർട്ടി തന്നെ BJPയിലേക്ക് ചോരുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ്. അതാണ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. പക്ഷേ അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്.